വനസംരക്ഷണ സമിതികൾ വഴി മറയൂരിലെ ചന്ദനക്കാടുകൾക്ക് പുതുജീവൻ നൽകാൻ ഒരുങ്ങുകയാണ് വനം വകുപ്പ്. നിലവിലുള്ള ചന്ദനക്കാടുകളിൽ 50 ഹെക്ടർ അടിക്കാട് തെളിച്ച് പുതിയ ചന്ദന തൈകൾ നട്ടുവളർത്താനാണ് വനം വകുപ്പിന്റെ പദ്ധതി. ഗ്രീൻ ഇന്ത്യ മിഷന്റെ കീഴിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. കൊങ്ങിണിച്ചെടികളാണ് ഈ കഥയിലെ വില്ലൻ. സഹവില്ലന്മാരായി കാട്ടുപോത്തും കലമാനുമൊക്കെയുണ്ട്. മറയൂരിലെ ചന്ദനക്കാടുകളിൽ ഇപ്പോഴുള്ള ചന്ദനമരങ്ങളിൽ നല്ല ശതമാനവും ഷഷ്ടിപൂർത്തി കഴിഞ്ഞവരാണ്. പിന്നെയുള്ളവരൊക്കെ മധ്യവയസ്കരും. ചന്ദനക്കാടിന് പുതിയ നാമ്പുകളെ കിട്ടാൻ കൊങ്ങിണി വില്ലനാകുമെന്ന് തെളിഞ്ഞു കഴിഞ്ഞു. പൊട്ടിമുളയ്ക്കുന്നവയെ കാട്ടുപോത്തും കലമാനും ചേർന്ന് ഇല്ലായ്മ ചെയ്യും. അങ്ങനെയിരിക്കെയാണ് നായകനായി ഗ്രീൻ ഇന്ത്യ പദ്ധതി എത്തുന്നത്. വനമേഖലയിൽ ഇത് ആദ്യമായി 50 ഹെക്ടറിൽ ചന്ദനത്തൈകൾ കൃഷി ചെയ്യുകയാണ് വനംവകുപ്പ്. 7500ഓളം വരുന്ന ചന്ദന തൈകൾ, അതുപോലെ തന്നെ അതിൻ്റെ അസോസിയേറ്റഡ് സ്പീഷീസും കൂടി തന്നെ നടാനാണ് ഉദ്ദേശിക്കുന്നത്. മഴ നമുക്ക് കിട്ടുന്നത് ഒക്ടോബർ മാസത്തിലാണ്. അപ്പോൾ ആ മഴയോടനുബന്ധിച്ച് നടാനാണ് ഉദ്ദേശിക്കുന്നത്. കാട്ടിനുള്ളിലെ വനംവകുപ്പിന്റെ നഴ്സറിയിൽ ചന്ദനത്തൈകൾ പിച്ചവെച്ച് തുടങ്ങിയിട്ടുണ്ട്. 2 മാസത്തിനുള്ളിൽ അവ മറയൂർ ചന്ദന റിസർവിൽ ഇടം നേടും. മറയൂരിലെ ചന്ദനക്കാടുകളെ സംരക്ഷിക്കാനുള്ള വനംവകുപ്പിന്റെ ഏറ്റവും നല്ല പദ്ധതിയാണിത്. ഈ കാടുകൾ ചന്ദനമരങ്ങൾ കൊണ്ട് നിറയട്ടെ. മറയൂരിൽ നിന്നും ക്യാമറമാൻ ജോബി മാത്യുവിനൊപ്പം ജീവ് ടോം മാത്യു, മാതൃഭൂമി ന്യൂസ്.